ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രൈപ്പോഡൊന്നും വാങ്ങിയില്ലത് എൻ്റെത് ഞാനൊന്ന് പൊട്ടിച്ചു. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റാൻഡ് ചെയ്യാനിതാ ഒന്ന് ഡാൻസ് ഇളകി വന്നു, ഇതേപോലെ ഇളകി വന്നു. അപ്പോൾ ഇളകി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇളകി വന്നല്ലേ നമുക്കിത് നീളമൊക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉച്ച വ്ളോഗാണ്. കണ്ട പൊരിയും വെയിലത്താണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വഴിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ലിങ്ക് പറഞ്ഞ കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. എല്ലാം ഞാനിടാം. കിട്ടിയില്ല എന്നോട് ഒന്നും കൂടി ഇട്ടാം കേട്ടോ. അപ്പോൾ ഈ പൊരി വെയിലത്ത് എന്തിനാ വ്ളോഗ് എടുക്കുന്നത് കുറേ പേര് സംശയമാണ്. വെറുതെ ഒരു രസമല്ലേ. ഓക്കെ, അപ്പോൾ 2 ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നൊക്കെ ഞങ്ങൾ വെക്കേഷൻ തുടങ്ങിയതല്ലേ, അപ്പോൾ ഭയങ്കരതാണ്. അപ്പോൾ എൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ്. ഞാനിപ്പോൾ അമ്മേൻ്റെ കൂടെ അമ്മ പണിയെടുക്കുന്ന സ്ഥലത്ത് പോയതാണ്. ഇപ്പോൾ വീട്ടിൽ അറിയില്ല, അപ്പോൾ അമ്മ കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ വെറുതെ മണ്ണും കൊണ്ട് ചോക്ലേറ്റ് റഫിൾ കേക്ക് ഉണ്ടാക്കിയത്. ഇത് മണ്ണപ്പം. ഇത് നമുക്കൊന്നും കൂടിയും കലക്കിയിട്ട് മണ്ണപ്പാക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ ചോക്ലേറ്റ് ഉണ്ടാക്കിയതാണ്. ഇതാ മണ്ണാണ്, ഞാൻ ഇന്നലെ വെച്ചതിൻ്റെയാണ്. ഇതതിൻ്റെ ഉള്ളിലിരിക്കട്ടെ കേട്ടോ. നമുക്ക് ഒരു വലുത്ത് പാമ്പ പൂച്ച എന്തെങ്കിലും ഉണ്ടാവും. ഗായ്സ്, എൻ്റെ ലല്ലുക്കുട്ടി ഉറങ്ങുന്നുണ്ടോ? ലല്ലൂസേ ഇതുണ്ടോ ഗൈസ്? ലല്ലു ഉറങ്ങുന്നു കാണൂല ഗൈസ്, വെയിലാണ്. ഞാൻ എങ്ങനെയെങ്കിലും കാണിച്ചു തരാം. കേട്ടോ, ഇതിപ്പോൾ ഞാൻ താത്തിയതാണ്. ഇനി ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അല്ല, ഈവനിങ് അല്ല, വ്ളോഗാണ്. ഉച്ചയ്ക്ക് എന്താന്ന് പറയാൻ ഞാൻ ആലോചിച്ചപ്പോഴാണ്, അമ്മേനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ന്യൂൺ എന്നാണ് പറയുക. ഇതൊരു ന്യൂൺ വ്ളോഗാണ്. ചെറിയൊരു ഡേ എന്ന് പറയാം. ഓക്കെ, നല്ല കൈവേനുണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ട്. ഇപ്പം നിൽക്കുക ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ ഉണ്ട് പിടിച്ചോട്ടെ. ഇപ്പോൾ വേനയൊന്നുമില്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വേനയുമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് വരുന്നുണ്ട്. ഇത് കണക്ട് ചെയ്താൽ നമ്മളിങ്ങനെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നിൽക്കിയ വീഡിയോ ആണോ. പക്ഷേ ഞാനിത് കണക്ട് ചെയ്തില്ല, ഇത് കണക്ട് ചെയ്യാറില്ല. അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ലൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അത് ആ പെട്ടില്ല കിടന്നു. പക്ഷെ അച്ഛൻ അതിനെ ഓടിച്ചിട്ട് പോയി. പക്ഷെ അത് ഇവിടുന്ന് വിട്ട് പോയിട്ടില്ല. ഇവിടെ കണ്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിലായിരുന്നു അത് കിടന്നായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി പാൻ്റെ പെട്ടിയില്ല. അതാ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അതിവിടെ വിട്ട് പോയിട്ടില്ല. അതുണ്ട് ഞങ്ങളെ താഴെ വിറക് പോലെയിൽ ഞങ്ങൾ ചോല ഇട്ടില്ല. അവിടെ വിറകൊക്കെ കൂട്ടിക്കണം. അപ്പം അതിൻ്റെ ചുട്ടുകൊണ്ടായിട്ട് കുട്ടികളിട്ടും. ഈ പൂച്ചകൾ പ്രസവിച്ച് 7 വീട് വരുന്നു. പക്ഷെ ഇത് 7 വീടല്ല, ഓരോ സ്ഥലവും 1, 2 പറയാം. ഒന്ന് അവിടെ കിടന്നു, ഇപ്പോൾ ഒന്ന് ഇവിടെ കിടന്നു. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, മിഞ്ഞാന്ന് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ വണ്ടിയുടെ അടിയിൽ പിറ്റേന്ന് അത് ആ ഒരു സീറ്റിൻ്റെ അടിയിൽ ഇതാ ഭയങ്കര പൊലി. ഇതാണ് നാടൻ ഉണ്ട്. അപ്പം ഞാൻ പിന്നൊരു വ്ളോഗിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് അത് ഇത് ഇത് ഞാൻ ജസ്റ്റ് അങ്ങോട്ടാക്കിയപ്പോൾ ഇത് ഇളകിപ്പോയി. ഇത് സംഭവം ഇളകിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ഇങ്ങോട്ടാക്കാം. എൻ്റെ ഫേസ് കാണും. ഭയങ്കര ചൂടായി. ചൂടത്ത് തണുത്ത വെള്ളമില്ല, നല്ല ടാങ്കിലിറങ്ങി നിൽക്കാൻ തോന്നുന്നു. പക്ഷേ ചൂടത്തിറങ്ങി എൻ്റെ ചെവി എല്ലേലേ മെയിനായിട്ട് അമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുപോയതാണ്. പോയെന്ന് രാത്രി തന്നെ ഞാൻ പോയി. പിന്നെ ഇന്ന് രാത്രി ഞാൻ ചെപ്പിത്തൊണ്ടി കൊണ്ട് എന്ത് വെള്ളം പഴുക്കം അങ്ങോട്ട് വന്നു.
നല്ല അഴുക്കൊക്കെ പോയി ഇപ്പോൾ ഒരു വേനയിൽ ഇപ്പോൾ മറത്താണ് നിൽക്കും. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂടത്ത് നിങ്ങൾ എന്താ അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ എവിടെയും ട്രിപ്പ് പോയിട്ടില്ല, അപ്പോൾ പോകണം. ഞാൻ സർപ്രൈസായിട്ട് നമ്മൾ മെയിലൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ പുറകെ വരും. ഓക്കെ, നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അമ്മേൻ്റെ വീട്ടിലുള്ള ഫാമിലി, ഞാനും അച്ഛനും അതൊക്കെ ആയിട്ട് നോക്കാം. ചിലപ്പോൾ പോവും. ഞാൻ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ വ്ളോഗിന് വേണ്ടി കാത്തിരിക്കണ്ട. ഞാൻ വീഡിയോ എടുത്തോണ്ടാട്ടോ എന്തെങ്കിലും ഉണ്ടായ 40 സബ്സ്ക്രൈബേഴ്സ് കുറച്ച് 10 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു. ഇപ്പോൾ 39 അല്ല 40 അല്ല 36 39 എന്നുള്ളത് 38 സബ്സ്ക്രൈബർ കുറഞ്ഞു. നമ്മളെ കൂടാണ്. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2024 ഞാൻ തുടങ്ങിയ 2024 എപ്പോഴോ തുടങ്ങി 2024 സമയമായിണ്ടാവും. അപ്പോൾ 2024 എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു ആയിരുന്നു. ഇപ്പോൾ 2025 ഒരു കൊണലാത്ത 2025 കേട്ടോ ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടമല്ല ഇപ്പോൾ 2025 ഓണം ഒന്നുമില്ല, ഇഷ്യൂല്ല, ഒരു കാവൊന്നും ഒരു ആഘോഷമില്ല, ഡാൻസ് കളിക്കാൻ പറ്റില്ല, അതൊന്നൊക്കെ ഭയങ്കര സങ്കടം. പക്ഷെ അടുത്ത വർഷം പൊളിയാവും. 2023 കഴിയുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഓണം വിഷുവൊക്കെ ആഘോഷിക്കാൻ പറ്റി, കാവ് ആഘോഷിക്കാൻ പറ്റി. കാവ് ആഘോഷിക്കാൻ പറ്റുമോ? കാവ് ആഘോഷിക്കാൻ പറ്റി. 2024 കാവ് ആഘോഷിക്കാൻ പറ്റുള്ളൂ. 2023 കാവ് ആഘോഷിക്കാൻ പറ്റില്ല. അന്ന് ഉത്സവമൊന്നും നടത്തില്ല. പ്രതിഷ്ഠ ദിനത്തിന് നല്ല ചൂടാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേഴ സമയമായോ നോക്കട്ടെ. ഞാൻ 2 മിനിറ്റ് ഗൈസ്. 2 മണിക്ക് കറക്റ്റ് 2 മണിയായി. ഇപ്പോൾ 2:41. ഓക്കെ, അപ്പോൾ വീഡിയോ അതിൻ്റെ പേഴ സമയമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരുവിടെയായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ട്യൂൺസ് ബട്ടർഫ്ലൈ, ഞാൻ ശ്രീ. അപ്പോൾ ബൈ. ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ. അപ്ലോം.